ഒരു കാലത്ത് നമ്മൾ ഏറ്റവും ഭയപ്പെട്ടിരുന്ന ഒരു രോഗമായിരുന്നു HIV. അത് വീണ്ടും വാർത്തകൾ നിറയുകയാണ്. വെറുതെ അങ്ങ് നിറയുകയല്ല അല്ലേ പൗർണമി? അതെ. അതായത് നമ്മുടെ മയക്കുമരുന്ന് അത് ചുറ്റിനും ഇങ്ങനെ പരരുന്നുണ്ടല്ലോ. ആ മയക്കുമരുന്നുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഇപ്പോൾ HIV വീണ്ടും പൊങ്ങി വന്നിരിക്കുന്നത്. മയക്കുമരുന്ന് ഉപയോഗം, സിറിഞ്ച് വഴിയുള്ള ഉപയോഗം കാരണം, അതായത് ടോമ എന്നൊരു വകഭേദമാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ബ്രൗൺ ഷുഗർ കുറച്ചുകൂടെ വേറെ രീതിയിൽ, നമുക്ക് അറിഞ്ഞുകൂടെ അതിൻ്റെ ടെക്നിക്കൽ ടേംസ് ഒന്നും. ആ ടോമ എന്ന രീതിയിലാണ് ഇതിൻ്റെ വില, ഈ പറയുന്ന സംഭവങ്ങൾ മരുന്ന് ഇറങ്ങുന്നത്. ആ സംഭവങ്ങളാണ് ഇപ്പോൾ മലപ്പുറം വളാഞ്ചേരിയിലാണ് ഇതിപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് 10 പേർക്കാണ് HIV സ്ഥിരീകരിച്ചിരിക്കുന്നത്. അതും ഈ സിറിഞ്ച് ഉപയോഗിച്ച ആൾക്കാർക്ക്. മയക്കുമരുന്ന് സുഖിക്കുമ്പോൾ HIV കൂടി ഇരിക്കട്ടെ എന്നായിരിക്കും. എന്തായാലും HIV കുറേ കാലമായിട്ട് നമ്മൾ കേൾക്കാതിരിക്കുമായിരുന്നു. അതിപ്പോൾ എന്തായാലും പൊട്ടി മുളച്ച് തുടങ്ങിയിട്ടുണ്ട്. അതെന്തായാലും ഫ്ലറിഷ് ആവുമെന്ന് തോന്നുന്നു ലക്ഷണം കണ്ടിട്ട്, അല്ലേ പൗർണമി? തീർച്ചയായും. നമുക്കറിയാം ഈ HIV എങ്ങനെയാണ് പകരുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാവുന്നതെന്നൊക്കെ എല്ലാവർക്കും അറിയാം. ഇപ്പൊ ശാരിക സൂചിപ്പിച്ചതുപോലെ ഒരു കാലത്ത് HIV എന്ന് പറയുന്ന രോഗം അല്ലെങ്കിൽ ഈ ഒരു കണ്ടീഷൻ ഒരുപാട് നമ്മൾ കേട്ടിരുന്നു. പിന്നീട് അങ്ങോട്ട് ഈ ഒരു ടേം തന്നെ ഇല്ലാതായി, അല്ലെങ്കിൽ വളരെ റെയറസ്റ്റ് ആയിട്ട് ഏതെങ്കിലും മൂവിയിലോ അല്ലെങ്കിൽ വളരെ യാദൃശ്ചികമായിട്ട് മാത്രമേ കേൾക്കാൻ ഇടയുണ്ടായിരുന്നു. പക്ഷേ വളരെ യാദൃശ്ചികമായിട്ടാണ് മലപ്പുറത്തുണ്ടായ ഈ ഒരു വാർത്ത എല്ലാവരും കേട്ടത്. അതായത് 10 പേർക്ക് വെറും 2 മാസത്തിനിടെയാണ് ഈ ഒരു 10 പേർക്ക് ഈ ഒരു HIV രോഗം പിടിപെട്ടത്. അല്ലെങ്കിൽ അത് വന്ന വഴി ഒരാൾ ഉപയോഗിച്ച സിറിഞ്ച്, മയക്കുമരുന്ന് അല്ലെങ്കിൽ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചത് വഴി പകർന്നു വന്നതാണെന്നും അറിയാം. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു റൂട്ട് സ്വാഭാവികമായിട്ടും നമുക്കറിയാം എങ്ങനെയാണ് ഒരു മനുഷ്യനിൽ HIV എന്ന് പറയുന്ന രോഗം പിടിപെടുന്നത് എന്ന്. തീർച്ചയായിട്ടും അത് അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ അത് പറഞ്ഞു വരുമ്പോൾ മലപ്പുറം വളാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത്, ആ ഒരു സ്ഥലത്തിന്റെ കാര്യമാണല്ലോ ഇപ്പൊ പറയുന്നത്. ഇപ്പം മലപ്പുറം ജില്ലയെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെപ്പോഴും അന്യ സംസ്ഥാനവും അന്യരാജ്യവും ഒക്കെ പറഞ്ഞ് നമ്മുടെയൊക്കെ തൊട്ടടുത്ത് വരാൻ അധികം സമയമൊന്നും വേണ്ട. അതുകൊണ്ട് തന്നെ നമ്മുടെ നാട് മൊത്തത്തിലൊന്നും എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇപ്പം ഈ ഒരു കാര്യം പറയാനാണെങ്കിൽ, അതിഥി തൊഴിലാളികൾ നമ്മൾ ഏറെ ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും അവർക്ക് പേരിട്ടിരിക്കുന്നതാണ് അതിഥി തൊഴിലാളികൾ. അപ്പോൾ കാലാകാലങ്ങളായിട്ട് അവിടെ നിന്നുള്ളവർ ഇവിടെ വരുന്നു, ജോലി ചെയ്യുന്നു, ഇഷ്ടംപോലെ സമ്പാദിക്കുന്നു. അതായത് നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്ക് ചെയ്യാൻ കഴിയുന്ന ജോലികൾ പോലും നമ്മൾ അതിഥി തൊഴിലാളികളെ ഏൽപ്പിച്ചേക്കും. പക്ഷെ അപ്പോൾ അതിഥി തൊഴിലാളികൾ, ഇപ്പോൾ ഈ പറയുന്ന 10 പേരിൽ 6 പേർ അതിഥി തൊഴിലാളികൾക്കാണ് ഈ HIV രോഗം വന്നിട്ടുള്ളത്. അതിനകത്ത് 4 പേരേ ഉള്ളൂ മലയാളികൾ. അപ്പോൾ ഇതിൻ്റെ ഒരു റൂട്ട് അന്വേഷിച്ച് പോകുമ്പോൾ പെൺവാണിഭ സംഘങ്ങൾ, അങ്ങനെ തന്നെ വേണമെങ്കിൽ പറയാൻ, അല്ലെങ്കിൽ അത് തന്നെയാണ് സത്യം. ഈ പറയുന്ന നാട്ടിൽ ഈ പെൺവാണിഭ സംഘങ്ങൾ സ്ഥിരം കുറ്റിയാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ അവരെ തമ്പടിച്ചിട്ടുണ്ട്. അപ്പോൾ മിനിറ്റിന് വെച്ചാണ് അവർ പൈസ വാങ്ങുന്നത്. അതായത് ഏകദേശം 15 മിനിറ്റിന് ഒരു സ്ത്രീയുമായിട്ട് ഉള്ള ഒരു ഏർപ്പാട്, ഈ പരിപാടി ഇവിടെ നടക്കുന്നുണ്ട് എന്നുള്ളതിന് വ്യക്തമായ തെളിവുകൾ സഹിതം പലരും യൂട്യൂബിലൂടെയൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പം സ്വാഭാവികമായിട്ടും ഈ ഒരു HIV രോഗം 10 പേരിലേക്ക് പടർന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനൊരു കാര്യം നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് വരേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ ഈ പറയുന്നത് ഈ കുറ്റൂര് മലപ്പുറം കുറ്റൂര് റെയിൽവേ സ്റ്റേഷനാണെന്ന് തോന്നുന്നല്ലേ, ഈ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ഒരു ലോഡ്ജിലും, അതായത് ഇടനിലക്കാര് ആയിട്ടുള്ളത് അതിഥി തൊഴിലാളികളാണ്. അതായത് കാലാകാലങ്ങളായിട്ട് ഇവിടെ വന്ന് ജോലി ചെയ്ത് കാശ് കിട്ടുന്നു. ആ പൈസ പോരാന്നുണ്ട്. ഇതാകുമ്പോൾ മിനിറ്റുകൾ കൊണ്ട് അല്ലെങ്കിൽ മണിക്കൂറുകൾ കൊണ്ട് അവർ ഒരാഴ്ച സമ്പാദിക്കുന്നത് പെട്ടെന്ന് കിട്ടുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ സ്ത്രീകളെ അവർ വിൽപ്പനയ്ക്ക് വെച്ചേക്കാണ്. ആവശ്യക്കാർക്ക് വരാം, പൈസ കൊടുക്കാം, ഉപയോഗിക്കാൻ പോവാം. അങ്ങനെ പോകുന്ന കൂടെ ഇങ്ങനെ ഒരു രോഗം കൂടെ തന്നെ കയ്യിൽ കൊണ്ടുപോകുന്നുണ്ടെന്നുള്ളത് അവരറിയുന്നില്ല. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രമുഖ ചാനല് ഇതിൻ്റെ ഒരു വാസ്തവം അല്ലെങ്കിൽ ഒരു സത്യാന്വേഷണം നടത്തി. ആ സത്യാന്വേഷണത്തിൽ അവർ ബന്ധപ്പെട്ടു. ഒരു സയ്യിദ് സംതിങ് നെയിമുള്ളൊരു വ്യക്തിയാണ്. അത് അതിഥി തൊഴിലാളിയാണ്. അതായത് അതിഥി തൊഴിലാളി എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ കരുതിയിരുന്നത്, ഇവർക്ക് മലയാളം അറിയില്ല, അല്ലെങ്കിൽ കുറച്ച് മലയാളം അറിയില്ല. പക്ഷെ അങ്ങനെയല്ല. കാലാകാലങ്ങളായിട്ട് അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് അവിടെ നിന്നും ഇവിടെ കേരളത്തിൽ വന്ന് തൊഴിൽ ചെയ്യുന്ന ഇവർക്ക് നമ്മളെക്കാളും നല്ല അടിപൊളിയായിട്ട് മലയാളം അറിയാമെന്നുള്ളതാണ് വാസ്തവം. അപ്പം ഇല്ലീഗലായിട്ടുള്ള പല പ്രവൃത്തികളും അവരിവിടെ ചെയ്യുന്നുണ്ട്. ശരിക്കും അതുപോലെ ഈ ഒരു പ്രമുഖ മാധ്യമം ഈ ഒരു കാര്യം, ഈ ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഇവർ ഡയറക്റ്റ് ആയിട്ട് ഈ പറയുന്ന വ്യക്തിയെ കോൺടാക്ട് നമ്പർ സംഘടിപ്പിച്ച് ഇവർ വിളിച്ചപ്പോൾ ഇവരോട് പറഞ്ഞു 15 മിനിറ്റിന് 1500 രൂപ എന്ന്. 15 മിനിറ്റിന് 1500 രൂപ എന്ന് മാത്രമല്ല, അവര് ഇഷ്ടമുള്ള ആളെ ചൂസ് ചെയ്യാനുള്ള ഫോട്ടോയും വീഡിയോയും സഹിതം ഇവർക്ക് അയച്ചു കൊടുത്തു. അങ്ങനെ ഇവരുടെ നിർദ്ദേശപ്രകാരം ഇവര് ഈ സ്ഥലത്തെത്തി ഈ ലോഡ്ജിലെത്തി നേരിട്ട് കണ്ട ശേഷം അവര്, നമുക്കറിയാലോ, അവര് ആ സ്ഥലത്തുനിന്ന് ഊരിപ്പോന്നു. പക്ഷേ ഇതിന് പുറമെ മറ്റു പല ആളുകളോടും, കാരണം ഇത് ഇല്ലീഗൽ ആയതുകൊണ്ടും ഇത് അറിയപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ മഹാൻ കാര്യമൊന്നും അല്ലാത്തത് കൊണ്ടും ആരും ഇത് പുറത്ത് പറയത്തില്ല. അതുകൊണ്ട് തന്നെ അവർക്കതൊരു വളമാണ്. ആരും പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അവരും സമൂഹത്തിന് മുന്നിൽ മോശപ്പെട്ടവരാവും, അല്ലെങ്കിൽ ചീത്തപ്പേരാവും. അപ്പോൾ ഈ പരിപാടി, ഈ പെൺവാണിഭം നടത്തുന്ന ഏജന്റുമാർ, ഇവര്
പിടിച്ചു പറയാണ് നടത്തുന്നത്. അതായത് ഈ 1500 രൂപ മാത്രമല്ല, ചിലപ്പോൾ അതായത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ വരെ ഇതിനകത്ത് പെടുന്നുണ്ട് ശാരീരികാധാർത്ഥത്തിൽ. അതായത് നമ്മുടെ പ്രമുഖ യൂട്യൂബറും ബിഗ് ബോസ് താരവുമായിട്ടുള്ള സീക്രട്ട് ഏജന്റ് സായിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഇതിനു മുമ്പ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഈ വാർത്തകൾ ഇങ്ങനെ വരുന്നുണ്ട്. HIV ബാധിതർ, ഇങ്ങനെ മയക്കുമരുന്നിന് അഡിക്റ്റ് ആയിട്ട് ആൾക്കാർ ഈ ടോമ എന്ന പേരുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ച് ഇങ്ങനെ HIV ബാധിതർ കൂടുന്നു എന്ന രീതിയിൽ മലപ്പുറം വളാഞ്ചേരിയിൽ വളരെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ എന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ വരുന്നുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം സീക്രട്ട് ഏജന്റ് സായി ഇട്ടിരുന്ന ഒരു ഞെട്ടിപ്പിക്കുന്ന വീഡിയോ നമ്മൾ ശരിക്കും അത് കേൾക്കുകയുണ്ടായി. അതിനകത്ത് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ നാടാണ്. സോ അവിടെ ഈ പറയുന്ന പോലെ ഈ അദ്ദേഹത്തിനെ പലരും കോണ്ടാക്ട് ചെയ്തിരുന്നു, ഈ പെട്ടുപോയ ആൾക്കാർ. അതിൽ ഞെട്ടിപ്പിക്കുന്ന വെച്ചാൽ വളരെ പ്രായം കുറഞ്ഞ കുട്ടികളാണ് ഇതിനൊക്കെ ചെന്നിരിക്കുന്നത്. എന്നിട്ട് ഈ പറയുന്ന പോലെ 15 മിനിറ്റ് സംഭവം ചെയ്ത് ഈ പറയുന്ന പോലെ കഴിയുമ്പോൾ പിന്നെ ബ്ലാക്ക് മെയിലിംഗ് ആണ്, പൈസ കൂടുതൽ, എക്സ്ട്രാ പേയ്മെന്റ് 15 മിനിറ്റത്തേക്ക് 1500 രൂപ, അതൊരു പെണ്ണിനെ വെച്ചത്. അപ്പോൾ നമുക്കറിയാം ഇത് ഉടായിപ്പാണ്. കേൾക്കുമ്പോൾ തന്നെ ബോധമുള്ളവർക്ക്, മെച്ചുവർഡ് ആയിട്ടുള്ള ഒരാൾക്കറിയാം. അപ്പോൾ പിള്ളേരെ ഇതിന് പറഞ്ഞ് പറ്റിക്കുന്നുണ്ട്. ബോയ്സ് സിനിമയിലൊക്കെ കാണിച്ച പോലെ ഒന്ന് ജസ്റ്റ് കാണുന്നതിനോ ഒന്ന് നോക്കുന്നതിനോ ഈ പറയുന്ന പോലെ 500 രൂപ എന്ന് പറയുന്ന ഒരു സംഭവം ബോയ്സ് സിനിമയിൽ കാണിക്കുന്നുണ്ട്. സോ അങ്ങനെ ആ പ്രായത്തിലുള്ള ആമ്പിള്ളേർ ഇങ്ങനെ കാശ് കളക്ട് ചെയ്ത് പോകുന്നുണ്ട് ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടിനെ കാണാനായിട്ട്. അത് പിന്നെ വലിയ വിവാദങ്ങളും കാര്യങ്ങളൊക്കെ ആ സിനിമയുടെ നല്ല സീക്വൻസ് കാണിക്കുന്നുണ്ട്. അതൊരു ബന്ധത്തെ വഷളാക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുട്ടികളും അങ്ങനെ തന്നെ ആവാം, ഒന്ന് പോയി നോക്കാം, ഒരു കൗതുകത്തിൽ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ടാവാം. അപ്പോൾ ചെല്ലുമ്പോഴാണ് ഈ റാക്കറ്റിനെ കുറിച്ച് അവർ അറിയുന്നത്. അതൊരു റാക്കറ്റാണ്, ഒരു ശൃംഖലയാണ്, വല വിരിച്ചിട്ടിരിക്കുന്ന ഒരു സ്പൈഡർ വെബ്. കാരണം വേറെ ഒന്നുമല്ല, അതിനകത്ത് ഈ കുട്ടികൾ ചെന്ന് വീഴുന്നു. ഇത് വീട്ടിലറിഞ്ഞിട്ടല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർ ഈ പൈസ എല്ലാവരും കൂടെ ഷെയർ ഇട്ട് സംഘടിപ്പിച്ച് ചെല്ലുന്നു. 15 മിനിറ്റ് കഴിയുന്നു, പിന്നെയും പൈസ കൂടുതൽ ചോദിക്കുന്നു. കൊടുക്കാതെ വരുമ്പോഴത്തേക്ക് കയ്യിൽ കിടക്കുന്ന മാലയോ മോതിരവോ മൊബൈൽ ഫോൺ വരെ വിരിച്ചു പറിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെന്നാണ് സായി പറയപ്പെടുന്നത്. അങ്ങനെ പെട്ടുപോയ കുട്ടികൾ സായിയെ വിളിച്ച് പറഞ്ഞപ്പോൾ സായി ചോദിക്കുന്ന പോലെ ഞാൻ എന്ത് ചെയ്യാനാണ്? അദ്ദേഹം പറയുന്നത് നിങ്ങൾ പോലീസിൽ കോൺടാക്ട് ചെയ്യും. അപ്പോൾ പോലീസ് പറയാൻ പറ്റില്ല. പോലീസ് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലറിയും, ഉറപ്പായിട്ടും അഡ്രസ്സ്. അപ്പോൾ വീട്ടുകാർ ഈ പണിക്ക് ചെന്നിട്ടാണല്ലോ ഈ പരിപാടി കിട്ടിയത്. അപ്പോൾ എന്തായാലും അങ്ങനെ പോലീസിൽ അറിയിക്കാൻ പറ്റത്തില്ല എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് സായിയുടേതായ രീതിയിൽ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയതാണ് അതിനകത്ത് പറയുന്നത്. അങ്ങനെയാണ് ഈ കാര്യങ്ങളെല്ലാം പുറത്ത് കുറേയൊക്കെ അധികം വെളിപ്പെടുകയും പിന്നീട് ഈ പറയപ്പെടുന്ന ഒരു പ്രമുഖ ചാനൽ ഇതിനെക്കുറിച്ച് ഒരു ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പോലെ, നമ്മൾ മനോരമ പത്രത്തിലൊക്കെ പറഞ്ഞ പോലെ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് അവരും ചെയ്യുകയും അവരും അവിടുത്തെ ഒരാളെ ഒരു കസ്റ്റമറായിട്ട് ഏജന്റിനെ സമീപിക്കുകയും അങ്ങനെ അവർ ആ സ്ഥലമുണ്ടോ, ഇത് പറയുന്നത് സത്യമാണോ എന്ന് അറിയണമല്ലോ. സത്യത്തിൽ അവിടെ സ്ഥലമുണ്ട്, പറഞ്ഞത് പൂർണ്ണമായും ശരി തന്നെയാണ്. ഈ പറയുന്നത് അതിഥി തൊഴിലാളികൾ, എനിക്കൊന്ന് കേരളത്തിൽ ഒരുപാട് പണികളൊക്കെ കിട്ടി കേരളക്കാരുടെ ഒരുപാട് കാശുണ്ടെന്ന് പറഞ്ഞപ്പോൾ എത്രയും പെട്ടെന്ന് അവർക്ക് കോടീശ്വരന്മാരാകാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഏറ്റവും വിറ്റുപോകുന്ന പരിപാടി ഒന്ന് മയക്കുമരുന്നോ ഒന്ന് മാംസക്കച്ചവടമാണെന്ന് തിരിച്ചറിഞ്ഞു. സത്യത്തിൽ നമ്മളിത് വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട്. നമ്മൾ തൊലി ഉരിഞ്ഞാണ് ഇതിൽ പറയുന്നത്. കാരണം നമ്മളും ഒരു മലയാളി ചാനലാണ്, ഒരു ന്യൂസ് ചാനലാണ്, നമ്മുടെ നാടിനെ കുറിച്ചാണ്, നമ്മുടെ നാട്ടിലെ യുവാക്കളെ കുറിച്ചായി പറയുന്നത്. കാരണം ഈ മാംസവും മയക്കുമരുന്നിനും അഡിക്റ്റ് ആയിട്ട് കേരളം മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള ഏറ്റവും വലിയൊരു ഒരു തെളിവാണ് ഇപ്പോൾ ഈ കാണിക്കുന്ന ഈ സംഭവ വികാസങ്ങളെല്ലാം. കാരണം നമ്മൾ ആഫ്രിക്കയിലും US ഒക്കെയാണ് ഏറ്റവും കൂടുതൽ HIV ബാധിതരെന്ന് ഒരു വർഷങ്ങൾക്ക് 10-30 വർഷങ്ങൾക്ക് പറഞ്ഞിരുന്ന കാര്യങ്ങൾ ഇനിയിപ്പോൾ താമസിയാതെ കേരളത്തിലേക്ക് വരും. കാരണം എല്ലാ ജില്ലകളിലും, എല്ലാ പഞ്ചായത്തുകളിലും, എല്ലാ താലൂക്കുകളിലും എവറിഡേ കഞ്ചാവ് പിടുത്തക്കാരെയും MDMA-കാരെയും എക്സൈസ് ഓടിച്ചിട്ട് പിടിക്കുകയാണ്. അപ്പോൾ നമ്മൾ ആലോചിക്കണം, നമ്മുടെ നാട്ടിലെ കുട്ടികൾ മുഴുവനും ഇത് അച്ഛനും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കേസ് നമ്മൾ സംസാരിച്ചതാണ്, ഒരു പെൺകുട്ടിക്ക് വീട്ടിൽ ജീവിക്കാൻ വയ്യ. ആ കേസിൽ അച്ഛനും മകനും പരസ്പരം മയക്കുമരുന്ന് അഡിക്റ്റാണ്, കഞ്ചാവ് അഡിക്റ്റാണ്. അപ്പോൾ പല ഫാമിലിയിലും അച്ഛനും സഹോദരങ്ങളും ഒക്കെ കഞ്ചാവ് അഡിക്റ്റാണ്. എല്ലാവരും അല്ല, കേരളത്തിലൊരു 50% ആൾക്കാരും അങ്ങനെയാണെന്നാണ് കണക്കുകൾ ഇപ്പോൾ പറയുന്നത്. കാരണം വാർത്തകൾ അങ്ങനെയാണ്. പെൺകുട്ടികൾക്ക് സൗകര്യമായിട്ട് പെൺകുട്ടിക്ക്, അതായത് വനിതകൾക്ക് സ്വന്തം വീട്ടിൽ സുരക്ഷിതത്വമില്ല. അപ്പോൾ എങ്ങനെ സുരക്ഷിതത്വം ഉണ്ടാവാനാണ്? ഇതല്ലേ പരിപാടി. അപ്പോൾ ഇപ്പോൾ 10 എന്നുള്ളത്, വളാഞ്ചേരിയിൽ 10 എന്നുള്ളത് കുറച്ചുകൂടെ വിശാലമായിട്ട് അവർ റെയ്ഡും കാര്യങ്ങളും നടത്തുമ്പോൾ ആലപ്പുഴയിൽ നിന്ന് 10, കൊച്ചിയിൽ നിന്ന് 50, കോട്ടയത്ത് 100, കാസർഗോഡ് 1000, അങ്ങനെ റേഞ്ച് കൂടിക്കൊണ്ടിരിക്കും. ഇനി ഇതിന്റെ ഒരു കണക്ട് ചെയ്തിട്ട് അന്വേഷണം പെട്ടെന്നൊന്നും ആരോഗ്യ പ്രവർത്തകർക്ക് ഇത് ഇത്രയും ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റില്ല. കാരണം ഈ 10 പേര് വെറും 2 മാസം കൊണ്ടായെങ്കിൽ ഇത് എല്ലാവരും തന്നെ റിവീൽ ചെയ്യണമെന്നില്ലല്ലോ. ഇനി അവർക്ക് എത്രത്തോളം ബോധവൽക്കരണം കൊടുത്ത്, അല്ലെങ്കിൽ ഇത് വന്നു കഴിഞ്ഞാലുള്ള സീരിയസ് ഇഷ്യൂസ്, അല്ലെങ്കിൽ ഇനി ഇത് പടർന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ, ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അവരിൽ നിന്ന് ഇത് മനസ്സിലാക്കി എടുക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതിപ്പോ നമ്മൾ ആരോഗ്യ പ്രവർത്തകരുടെ തലയിൽ മാത്രം വെച്ച് കൊടുത്തിട്ട് കാര്യമില്ല. അതുപോലെ തന്നെ പലരും ചോദിക്കുന്നുണ്ട് കമന്റ്സ് ആയിട്ട്, അല്ലെങ്കിൽ ഈ വാർത്തകളൊക്കെ വന്നപ്പോൾ കമന്റ്സ് ആയിട്ട് ചോദിക്കുന്നുണ്ട്, ഇവരുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിക്കൂടെ, അല്ലെങ്കിൽ ഇത് ആരാണെന്ന് പറഞ്ഞുകൂടെ, ഇവരുടെ ഫേസ് കാണിച്ചൂടെ. പക്ഷേ ഇത് ശരിക്കും ഹൈലി കോൺഫിഡൻഷ്യൽ ആണ്, ഇത് അങ്ങനെ റിവീൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും ഈ 10 പേരെന്ന് പറയുമ്പോൾ 10 എന്ന് പറയുന്നത് വളരെ ചെറിയൊരു നമ്പറാണ്. പക്ഷേ ഈ ഒരു രോഗത്തിന്റെ കാര്യത്തിൽ അതൊരു വലിയ സംഖ്യയായിട്ട് തന്നെ കണ്ടേ പറ്റുള്ളൂ. കാരണം ഇത് അങ്ങനെ പടർന്നു കഴിഞ്ഞാൽ നമുക്കറിയില്ല ഇവർ എത്ര പേരുമായിട്ട് ഇനി ഏതൊക്കെ രീതിയിലുള്ള ബന്ധങ്ങൾ ഇവർക്കുണ്ട്. HIV അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, പെട്ടെന്നൊന്നും കണ്ടെത്താൻ ഡയഗ്നോസ് ചെയ്യാൻ പറ്റത്തില്ലെന്നാണ് പണ്ടും അത് അറിഞ്ഞിരിക്കുന്നത്. ഇനി ഇപ്പോൾ പുതിയ ഇതങ്ങളൊക്കെ വന്നിട്ടുണ്ടോ നമുക്ക് അറിയില്ല. എന്ത് തന്നെയാലും ഒരു നല്ല ഈ പറഞ്ഞ നമ്മൾ HIV എന്ന് പറഞ്ഞാൽ അത്ര സുഖകരമായ ഒരു അസുഖമൊന്നുമല്ല.
അത് HIV ബാധിതരായിട്ടുള്ള ഒരു ക്യാമ്പിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിലോ നമ്മൾ ചെന്ന് നോക്കിയറിയാം വെറും വൃത്തികെട്ട ഒരു രോഗമാണ്. ഒരുപക്ഷെ ക്യാൻസറിനെക്കാളും മാരകമായിട്ടുള്ള ഒരു രോഗമാണ് HIV എന്ന്. ഒരു കാലത്ത് അതിനെ ഒന്ന് താത്തി വെച്ചിരുന്നതാണ്. പക്ഷേ ഇതിപ്പോൾ പിന്നെയും, അതായത് മയക്കുമരുന്ന് ഉപയോഗിച്ച് കഴിയുമ്പോൾ ഗർഭനിരോധന അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ സെക്ഷൽ പ്രൊട്ടക്ഷൻ സംഭവങ്ങൾ ഉപയോഗിക്കാൻ ഇവരങ്ങ് മറക്കണം. ഇവർ ഹാലൂസിനേഷനിലാണല്ലോ, എന്തും കാണിക്കാം. ഈ പറയുന്ന പോലെ രതിയും ഈ പറയപ്പെടുന്ന പോലെ മയക്കുമരുന്നും അത് രണ്ടും നല്ല കോംബോ ആയിരിക്കും. അപ്പോൾ അങ്ങ് പോട്ടെ, മയക്കുമരുന്ന് അഡിക്റ്റ് ആയിട്ട് കേരളം താമസിയാതെ സന്തോഷ് ജോർജ് സാറ് പറഞ്ഞ പോലെ കെട്ടിടത്തിന്റെ മരുഭൂമിയല്ല കേരളമാകാൻ പോകുന്നത്. മയക്കുമരുന്ന് അഡിക്റ്റുകളായ സോംബികളുടെ നാടായിട്ട് കേരളം ഉടനെ തന്നെ മാറുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല.